നമസ്കാരം, ഞാൻ ഫാസിൽ യൂസഫ്. ഇന്ത്യയിലാകെ 65,000-ഓളം മെഡിക്കൽ സീറ്റുകളാണുള്ളത്. ഇതിനായി 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നത്. ഇതേ കാൽക്കുലേഷൻ കേരളത്തിലോട്ട് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ, സെൻറ്റ് ഫിനാൻഷ്യൽ മെഡിക്കൽ കോളേജുകൾ, ഇതെല്ലാം കൂടെ 4,000-ഓളം സീറ്റുകളാണ് കേരളത്തിൽ ആകെ ഉള്ളത്. ഇതിനായി 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ കാൽക്കുലേഷൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നല്ലൊരു വിഭാഗം സ്റ്റുഡൻസിനും ഇന്ത്യയിൽ മെഡിക്കൽ പഠനത്തിനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നതാണ്. ഈ സന്ദർഭത്തിലാണ് വിദേശ മെഡിക്കൽ പഠനത്തിൻ്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം വികസിത രാജ്യങ്ങളിൽ 500 പേർക്ക് ഒരു ഡോക്ടർ എന്ന രീതിയിലും വികസ്വര രാജ്യങ്ങളിൽ 1000 പേർക്ക് ഒരു ഡോക്ടർ എന്ന രീതിയിലുമാണ്. ഈ കണക്കുകൾ പ്രകാരം 1800 ആളുകൾക്ക് ഒരു ഡോക്ടർ എന്ന രീതിയിലാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് ഇന്ത്യ എത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ഡോക്ടർമാരുടെ ആവശ്യം ഇന്ത്യയിൽ നിലവിലുണ്ട്. നിലവിൽ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് ഈ കുറവ് നികത്താൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വിദേശ മെഡിക്കൽ പഠനത്തിന് സാധ്യത കൂടുതലാണ്. 2 രീതിയിലാണ് വിദേശ മെഡിക്കൽ പഠനത്തിനുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉള്ളത്. ഒന്ന്, ബ്രിട്ടീഷ് കരിക്കുലം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിലേക്കാണെങ്കിൽ +2 ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ US കരിക്കുലം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണെങ്കിൽ ആദ്യം 1 വർഷത്തെ ഒരു പ്രീ മെഡിക്കൽ കോഴ്സ് പഠിച്ചതിന് ശേഷം വേണം മെഡിക്കൽ പഠനത്തിനായി എൻട്രി ചെയ്യാൻ. ഈ 2 രീതിയിലാണെങ്കിലും നീറ്റ് എലിജിബിലിറ്റി സ്റ്റുഡൻസിന് നിർബന്ധമാണ്. യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുമ്പോൾ ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതെല്ലാം യൂണിവേഴ്സിറ്റികൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ എല്ലാ യൂണിവേഴ്സിറ്റികളുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കും. കൂടുതൽ യൂണിവേഴ്സിറ്റികളും വളരെ ഫെമിലിയർ ആയിട്ടുള്ള റാങ്കിങ് ലെവലിൽ വരുന്ന യൂണിവേഴ്സിറ്റികളും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടാൻ സ്റ്റഡി ലിങ്ക്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK, സ്കോട്ട്ലാൻഡ് പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ ഏകദേശം 80 മുതൽ 1 കോടി രൂപ വരെ പഠന ചെലവ് വരും. അതല്ല, നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളായിട്ടുള്ള യുക്രൈൻ, ജോർജിയ, റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ ഏകദേശം 20 മുതൽ 35-40 ലക്ഷം രൂപ വരെ സാധാരണ ചെലവ് വരും. വിദേശ മെഡിക്കൽ പഠനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്റ്റഡി ലിങ്ക്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിന് വേണ്ട യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നത് മുതൽ അവരുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ അവരുടെ യൂണിവേഴ്സിറ്റി ഇൻവിറ്റേഷൻ, അതുപോലെ സ്റ്റുഡൻറ്റിൻ്റെ വിസ പ്രോസസ്സിങ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റഡി ലിങ്ക്സ് ചെയ്തു കൊടുക്കും. മാത്രമല്ല അവരുടെ പഠന കാലയളവിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് സർവീസും നമ്മൾ ചെയ്തു കൊടുക്കും.